ഇറാൻ ഇസ്രയേൽ സംഘർഷം തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഘർഷം അത് പുതിയൊരു തലത്തിലേക്ക് കൂടി നീങ്ങുന്നു. കാരണം അതിൽ കൂടുതൽ പേരുടെ സാന്നിധ്യം വരുന്നു. പ്രത്യേകിച്ചും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പ്രത്യേകിച്ച് വലിയ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പലയിടങ്ങളിലും അമേരിക്ക തന്ത്രപ്രധാനമായ മേഖലകളിൽ അമേരിക്കയുടെ പോർ വിമാനങ്ങളൊക്കെ വിന്യസിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ പ്രതിരോധ വിദഗ്ധരൊക്കെ ചെറിയൊരു സംശയമൊക്കെ പ്രകടിപ്പിച്ചതാണ്. അമേരിക്ക ഇനി ഒരു ആക്രമണത്തിന് മുതിരുകയാണോ, ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുകയാണോ, ഒരു പക്ഷേ അങ്ങനെ തുടങ്ങിയാൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ പ്രതിരോധ വിദഗ്ധർ ഇന്നലെ പല സൂചനകളും നൽകിയിരുന്നു. പക്ഷേ ആ സൂചനകളൊക്കെ സത്യമാകുന്നതാണ് നമ്മൾ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ എക്സ് പോസ്റ്റ് വന്നപ്പോൾ മനസ്സിലാക്കുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അങ്ങനെ അമേരിക്ക കൂടി പങ്കുചേർന്നിരിക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ 3 ആണവ കേന്ദ്രങ്ങൾക്കു നേരെയായിരുന്നു അമേരിക്കയുടെ ബോംബാക്രമണം. ഇത് ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ആക്രമണം നടത്തിയത്. ഇതിൽ ഈ 3ഉം ഇറാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ ഓരോ ആണവ കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഫോർദോയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ യുറേനിയമൊക്കെ ഇറാൻ സംഭരിച്ച് വെച്ചിരുന്നത്. അവിടുത്തെ അറകളിലായിരുന്നു, ഫോർദോയിലെ അറകളിലായിരുന്നു കൂടുതൽ ഈ യുറേനിയമൊക്കെ ഇറാൻ സമ്പുഷ്ടീകരിച്ച് വെച്ചിരുന്നത്, അവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് ഇന്ന് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. ചരിത്ര മുഹൂർത്തമാണെന്നും ഇനി സമാധാനത്തിനുള്ള സമയം എത്തിയെന്നുമാണ് ഈ ആക്രമണത്തിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ട്വീറ്റിൽ കുറിച്ചത്. അതേസമയം US കോൺഗ്രസിന്റെ അനുമതി തേടാതെയായിരുന്നു ട്രംപിന്റെ ഈ സൈനിക നീക്കവും ഉണ്ടായത്. നമുക്കൊപ്പം വിവരങ്ങളുമായി ആരതി ചേരുന്നുണ്ട്. ആരതി, ഗുഡ് മോർണിംഗ്. ഈ അമേരിക്കയുടെ നീക്കം, അതായത് അമേരിക്ക പറഞ്ഞത് ഇനി അടുത്ത ഒരു 2 ആഴ്ച സമയം ഞാൻ കാര്യങ്ങളൊക്കെ നോക്കും, അതിനുശേഷമാകും ഈ യുദ്ധത്തിൽ പങ്കുചേരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ അപ്രതീക്ഷിതമായി 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. അതും ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾക്കുള്ള അടി. ഇത് എങ്ങനെയൊക്കെയാകും ലോകക്രമത്തെ മാറ്റിമറിക്കുക? അമേരിക്കയിൽ പ്രത്യേകിച്ച് US കോൺഗ്രസിൻ്റെയോ മറ്റ് ആളുകളുടെയോ ഒന്നും തന്നെ അനുമതിയോ അറിവോ ഒന്നുമില്ലാതെ നടത്തിയ ഈ ഒരു ആക്രമണം, ഈ ഒരു നടപടി, അത് എങ്ങനെയൊക്കെയാകും അമേരിക്കയെ ബാധിക്കുക? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരായുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കുചേരുന്നതിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച് 10ാം ദിവസമാണ് ഇസ്രായേലിനൊപ്പം അമേരിക്ക പങ്കുചേർന്നിരിക്കുന്നത്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ലോകത്തെ ഈ വിവരം അറിയിച്ചത്. ട്രംപിന്റെ പോസ്റ്റ് അനുസരിച്ച് അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ലോകമാധ്യമങ്ങളിൽ വരുന്ന വിവരം അനുസരിച്ച് ഇറാനിലെ തന്ത്രപ്രധാനമായ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത്. അതായത് 6 ആണവ കേന്ദ്രങ്ങളാണ് ഇറാനിലുള്ളത്. അതിൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നതും അതുപോലെ തന്നെ യുറാനിയത്തിനെ കൺവേർട്ട് ചെയ്യുന്നതുമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന 3 തന്ത്രപ്രധാനമായ ഇറാന്റെ ആണവ പദ്ധതിയിൽ ഏറെ നിർണായകമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങളാണ് ഈ 3 എണ്ണവും. ഇവിടെയാണ് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഇറാൻ തന്നെ അമേരിക്കയുടെ ഇത്തരമൊരു നീക്കം ഇറാൻ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഉടൻ തീരുമാനമുണ്ടാകില്ല എന്ന് പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഒരു ലോകശക്തി ഇസ്രയേലുമായുള്ള ആക്രമണത്തിൽ പങ്കുചേരുമോ എന്നതിലൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്ക ഇസ്രയേലിന്റെ പക്ഷം പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി, ശത്രുക്കളിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന വിവരം ഇറാൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ പറയുന്നത് നേരത്തെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങളെ ഒഴിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നുള്ളൊരു തരത്തിലുള്ള പ്രതികരണമാണ് ഇറാനിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഔദ്യോഗിക തലത്തിൽ നിന്ന് മറ്റു പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. മറ്റൊരു കാര്യം, കഴിഞ്ഞ ബുധനാഴ്ച ഇറാന്റെ നേതാവ്, ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള ഖമനിയുടെ ഒരു സന്ദേശമുണ്ടായിരുന്നു. അമേരിക്ക ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ അല്ലെങ്കിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകും, അമേരിക്ക ഇതിനൊപ്പം പങ്കുചേർന്നാൽ അമേരിക്കയ്ക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന തരത്തിലൊരു സന്ദേശം ഇറാൻ മാധ്യമങ്ങൾ വഴി ഇറാൻ
ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി അലി ഖമനേയി നൽകിയിരുന്നു. ആ സന്ദേശം ഒരു തവണ കൂടി റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാൻ. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് ഇറാനിൽ നിന്ന് ലഭിക്കുന്നത്. ഇസ്രയേൽ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈന്യത്തിനോട് ഏത് തരത്തിലുള്ള സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കാൻ ഇസ്രയേൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇസ്രായേൽ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ലോകത്താകമാനം തന്നെ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് അമേരിക്ക ഇസ്രായേലിനൊപ്പം ഇസ്രായേൽ ആക്രമണം നടന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് ഇതൊരു ഈ ട്രംപ് ട്വീറ്റ് ചെയ്യുന്നത് വരെ ഇത്തരത്തിൽ ഒരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ലോകരാജ്യങ്ങൾ ഇപ്പൊ ആരതി പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇറാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായിരുന്നു ട്രംപിന്റെ ഈ ഒരു സൈനിക നടപടിയിലേക്കുള്ള നീക്കവും അതിനുശേഷമുള്ള ട്വീറ്റുമൊക്കെ. ഈ പറഞ്ഞതുപോലെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന 3 തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്കു നേരെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ട്രംപ് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഏത് ആയുധമാണ് ഉപയോഗിച്ചതെന്നോ എങ്ങനെയായിരുന്നു ഈ ആക്രമണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് പ്രാദേശികമായ 7:30-ഓടെ. അപ്പോൾ അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു വ്യക്തത വരിക. എപ്പോഴും ആരതി അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാകുക B-2 ബോംബർ വിമാനം തന്നെ ആയിരിക്കില്ലേ? ലോകമാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരം അനുസരിച്ച് പസഫിക്കിലെ ഗുവാം US ഐലൻഡ് ആയിട്ടുള്ള ഗുവാം ദ്വീപിൽ നിന്നാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങളാണ് ഈ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ട്രംപിന്റെ ട്വീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇറാനെതിരെ ഇങ്ങനൊരു ആക്രമണം നടത്താൻ കഴിയില്ല, ലോകത്തെ മറ്റൊരു രാജ്യത്തിലെ സൈന്യത്തിനും ഇത്തരത്തിൽ ധീരമായൊരു പ്രവൃത്തി നടത്താൻ കഴിയില്ല. അപ്പോൾ അമേരിക്ക ഈ ആക്രമണം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വേണം അതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ. കൃത്യമായി ഏത് ആണവ കേന്ദ്രങ്ങളിലാണ്, തന്ത്രപ്രധാനമായ ഏതെല്ലാം ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തേണ്ടത് എന്നുള്ളൊരു കാര്യം ട്രംപ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇത്തരം സുപ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായ സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം പോലുള്ളൊരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുമ്പോൾ US കോൺഗ്രസിന്റെ അനുമതി തേടണമെന്നാണ് അമേരിക്കൻ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം, ഈ ഒരു അനുമതി അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം പക്ഷം പിടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനെതിരെ അമേരിക്ക ഒരു നിലപാടെടുക്കുന്നു ഉള്ളൊരു വിവരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സൈനിക നീക്കം US കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി ഈ ഒരു കാര്യത്തിൽ ട്രംപ് നേടിയിട്ടില്ല. ഈ വിഷയത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയും മുതിർന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും ഇത് ഭരണഘടനാ വിരുദ്ധമായൊരു നീക്കമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ട്രംപിന് പിന്തുണയും ലഭിക്കുന്നുണ്ട്. ട്രംപിനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ ലോകത്തിന് തന്നെ ആണവ പദ്ധതിയിലൂടെ ഇറാൻ ലോകത്തിന് സൃഷ്ടിക്കുന്ന ഒരു ഭീഷണി വലുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് എടുത്ത തീരുമാനം അത് ധീരമായ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ കയ്യടി അർഹിക്കുന്ന ഒരു തീരുമാനമാണ് എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. മറ്റു ലോകരാജ്യങ്ങളിലേക്ക് പോകുന്നു, ലോകം വീണ്ടും ഒരു സംഘർഷ ഭീതിയിലേക്ക് പോകുന്നു. അമേരിക്ക കൂടി പങ്കുചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഇറാന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ഫോർദോ, നതാൻസ്, ഇസ്ഫഹാർ എന്ന് പറയുന്നത് ഇറാന്റെ വളരെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളാണ്. അവിടേക്കാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സൈനിക വിമാനങ്ങൾ അയച്ചത്, യുദ്ധവിമാനങ്ങൾ അയച്ചത്. അവിടെയാണ് ഈ ആക്രമണം നടത്തിയത്. പറഞ്ഞ പോലെ ഇനി ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതും. അതിലറിയാം എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, ഏത് ആയുധം ഉപയോഗിച്ചാണ്, എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇനി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരിക്കും ഒരു വ്യക്തത വരിക. ലോകം യുദ്ധഭീതിയിൽ തന്നെയാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുന്നത് B-2 ബോംബർ വിമാനമായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. കാരണം B-2 ബോംബർ മറ്റാരുടെയും കൈവശമില്ല. ഇത് നോർത്രോപ്പ് ഗ്രമൺ 1997 ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഈ
US ആർമിക്ക് കൊടുത്ത സാധനമാണ്. US ആർമിക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയതാണ് നോർത്രോപ്പ് ഗ്രമൺ B2 ബോംബർ വിമാനങ്ങൾ. ഇതിന് ഈ 6000 മൈൽ വരെ ഒറ്റ പറക്കലിൽ പോകാൻ പറ്റും വിത്തൗട്ട് ഈ ഫ്യൂവൽ, ഒരൊറ്റ ഫ്യൂവൽ, അതായത് പിന്നീട് ഇന്ധനം നിറയ്ക്കാതെ ഒരൊറ്റ പറക്കൽ 6000 നോട്ടിക്കൽ മൈൽ അതിനെ പറന്നു പോയി ആക്രമണം നടത്താനുള്ള ഭയങ്കര ശേഷിയുള്ള ഒരു വിമാനമാണ് B2 ബോംബർ. നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലൊക്കെ ലോക രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണം. മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നുണ്ടോ? മാത്രമല്ല അമേരിക്കയിൽ തന്നെ മറ്റൊരു ചെറിയ രീതിയിലുള്ള സംസാരം, ചെറിയ രീതിയിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള സംസാരത്തിനും കാര്യങ്ങൾക്കൊക്കെ വകവയ്ക്കുന്ന ഒന്നാണ് ട്രംപിന്റെ ഈ ഒരു നീക്കം. സെനറ്റിന്റെ ഒന്നും അനുമതിയില്ലാതെ നടത്തിയ ഒരു നീക്കമാണല്ലോ. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിൽ പോലും അപസ്വരങ്ങൾ ഉയർന്നു തുടങ്ങി ട്രംപിനെതിരെ.